ഖുർആനിനെ കുറിച്ചുള്ള 10 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പറയാൻ പോകുന്നത്. 1. ഖുർആനിൽ ആകെ എത്ര അക്ഷരങ്ങളുണ്ട്? ഉത്തരം 3,23,760 അക്ഷരങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു അക്ഷരം ഖുർആനിൽ നിന്ന് നമ്മൾ ഓതിയാൽ 10 പ്രതിഫലം ലഭിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ 3,23,760 അക്ഷരം നമ്മൾ പാരായണം ചെയ്യുമ്പോൾ എത്ര വലിയ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. ഖുർആൻ മുഴുവനായിട്ട് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു മഹത്വം നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഖുർആനിൽ ആകെ എത്ര വാക്കുകളുണ്ട് എന്നുള്ളതാണ്. 86,430 വാക്കുകൾ ഖുർആനിൽ ഉണ്ട്. മൂന്നാമത്തെ ചോദ്യം, ഖുർആനിൽ എത്ര ആയത്തുകളുണ്ട് എന്നതാണ്. 6,236 ആയത്തുകളാണ് ഖുർആനിലുള്ളത്. അത് നമ്മൾ വർഷത്തിൽ 2 തവണയെങ്കിലും ഖുർആൻ മുഴുവനായിട്ട് ഓതണം എന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. ചുരുങ്ങിയത് ഖുർആൻ 2 തവണ മുഴുവനായിട്ട് നമ്മൾ ഒരു വർഷത്തിൽ ഓതേണ്ടതുണ്ട്. അതിൽ കൂടുതൽ ഓതണം കഴിയുന്നവർ. അപ്പോൾ 2 തവണയെങ്കിലും ചുരുങ്ങിയത് ഓതണം എന്നാണ്. അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നാലാമത്തെ ചോദ്യം, ഖുർആനിൽ എത്ര സൂറത്തുകളുണ്ട് എന്നതാണ്. 114 സൂറത്തുകളാണ് ഖുർആനിൽ ഉള്ളത്. ഇനി അഞ്ചാമത്തെ ചോദ്യം, ഖുർആനിൽ എത്ര ഫത്ഹുകൾ ഉണ്ട്? ഫത്ഹ് എത്രയുണ്ട്? 53,223 ഫത്ഹുകൾ ഖുർആനിലുണ്ട്. അതുപോലെ ആറാമത്തെ ചോദ്യം, ഖുർആനിൽ എത്ര കെസറുകളാണ് ഉള്ളത് എന്ന്. 39,572 കെസറുകളാണ് ഖുർആനിൽ ഉള്ളത്. നമ്മളെ ഗ്രന്ഥത്തിനെ പറ്റി നമ്മൾ അറിയണമല്ലോ, അതിലുള്ള ഓരോ കാര്യങ്ങളും. അതിനു വേണ്ടിയാണ് ഇത് നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഏഴാമത്തത്, ഖുർആനിൽ എത്ര ലമ്മുകളുണ്ട് എന്നതാണ്. 8,304 ലമ്മുകൾ ഖുർആനിലുണ്ട്. എട്ടാമത്തത്, ഖുർആനിൽ എത്ര പുള്ളികളുണ്ട് എന്ന്. 10,56,094 പുള്ളികൾ ഖുർആനിലുണ്ട്. 10,56,094 പുള്ളികൾ ഖുർആനിലുണ്ട്. ഇനി ഒമ്പതാമത്തത്, ഖുർആനിൽ എത്ര കഥകളുണ്ട് അഥവാ ചരിത്രങ്ങളുണ്ട്? 1000 ചരിത്രങ്ങൾ, കഥകൾ ഖുർആനിലുണ്ട്. അത് വിശദമായിട്ട് പറയുന്നതുണ്ട്, സൂചനകളായിട്ട് പറയുന്നതുണ്ട്. അതൊക്കെ ചുരുക്കി കഥകൾ പറഞ്ഞ് ബാക്കി തഫ്സീറുകളിലൊക്കെയാണ് പിന്നീട് ഉണ്ടാവുക. ഇങ്ങനെ 1000 കഥകൾ ഖുർആനിലുണ്ട്. അതുപോലെ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ഉള്ള അക്ഷരം അലിഫാണ്. ഏറ്റവും കൂടുതലുള്ള അക്ഷരം അലിഫാണ്. ആ അലിഫ് എത്ര തവണ ഉണ്ടെന്നറിയോ? അതാണ് 10ാമത്തെ ചോദ്യം. 48,872 പ്രാവശ്യം ഖുർആനിൽ അലിഫ് എന്ന അക്ഷരമുണ്ട്. ഈ അലിഫ് ആണ് ഖുർആനിൽ ഏറ്റവും കൂടുതലുള്ള അക്ഷരം. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ആദ്യം പഠിക്കുന്ന അക്ഷരം അതാണല്ലോ, അലിഫ്. മദ്രസയിൽ പോയാൽ ആദ്യം നമ്മൾ പഠിക്കുന്നത്, നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അലിഫ് എന്ന അക്ഷരമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഖുർആനുള്ള അക്ഷരവും ഇത് തന്നെയാണ്,
അലിഫ് തന്നെയാണ്. അപ്പോൾ ഞാൻ 10 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഖുർആനെ കുറിച്ച്, നമ്മളെ ഗ്രന്ഥമാണല്ലോ ഖുർആൻ, അതിനെക്കുറിച്ചുള്ള ഇങ്ങനെയുള്ള അറിവുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എണ്ണം കറക്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിലും ഇങ്ങനെയൊക്കെയാണ് ഖുർആനിൻ്റെ എണ്ണങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും വലിയ അത്ഭുതം നിറഞ്ഞ ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ പരിശുദ്ധ ഖുർആനിനെ സ്നേഹിക്കാനും അത് പാരായണം ചെയ്യാനും അതനുസരിച്ച് ജീവിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും കുടുംബത്തിനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ഖുർആനിൻ്റെ ശുപാർശ കൊണ്ട് പരലോകത്ത് രക്ഷപ്പെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.